തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നാം എത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മുടെ നാടിനെ സംബന്ധിച്ച് അതീവ നിർണായകമായ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ്. നാടിനും ജനങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ നാട് പല കാര്യങ്ങളിലും നല്ല യശസ്സ് നേടിയ ഒരു നാടാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ നാട് തന്നെ വല്ലാതെ തകർന്നു പോയിരുന്നു. സർവമേഖലകളും തകർന്നിരുന്നു. കേരളത്തിന് ഇനി മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. കടുത്ത നിരാശ എല്ലാവരെയും ബാധിച്ച കാലം. ആ കാലമാണ് 2011-16 കാലം. നാട് മുഴുവൻ വല്ലാത്തൊരു നിരാശ ബാധിച്ച ഘട്ടം. ഇപ്പോൾ 2016 മുതൽ 2026 വരെയുള്ള 10 വർഷം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു നില കൈവരിച്ചിരിക്കുകയാണ്. നമ്മൾ മാറ്റമില്ല എന്ന് കണക്കാക്കിയ മേഖലകളാകെ നല്ല രീതിയിൽ മാറിയിരിക്കുന്നു. നാടിന് കാലാനുസൃതമായ പുരോഗതി ഉണ്ടായിരിക്കുന്നു. ലോകം വലിയ തോതിൽ വികസിക്കുകയാണ്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള വികസനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 2011-16 കാലം കേരളത്തിൻ്റെ ഒരു ഇരുണ്ട കാലമായിരുന്നു. ആ ഇരുണ്ട കാലത്ത് നാട്ടിലുള്ള അസൗകര്യങ്ങളോർത്ത് ജനങ്ങൾ വല്ലാതെ വിഷമിച്ചിരുന്നു. മര്യാദക്കുള്ള റോഡ് നമുക്കുണ്ടായിരുന്നില്ല. യാത്ര ചെയ്യാൻ വല്ലാത്ത പ്രയാസം. നാഷണൽ ഹൈവേ പോലും കേരളത്തിൽ നേരെ ചൊവ്വയുണ്ടായിരുന്നില്ല. ഇതിനെല്ലാം സാരമായ മാറ്റം വന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിനും 2 ദിവസം മുൻപ് പ്രധാനമന്ത്രി തന്നെ വന്ന് 2 റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. പല റീച്ചുകളും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ നാട്ടിലെ റോഡുകൾ വലിയ തോതിൽ മാറിയിരിക്കുന്നു. ഇന്ന് പൊതുവെ ഗതാഗത സൗകര്യം നല്ലതുപോലെ മെച്ചപ്പെട്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, മറ്റൊരു ഭാഗത്ത് തീരദേശ ഹൈവേ.
രണ്ടിനും കൂടി 10,000 കോടി രൂപ ചെലവിടേണ്ടി വരുന്നു. സംസ്ഥാനം കിഫ്ബി മുഖേന ചെലവിട്ടാണ് ആ റോഡ് നിർമ്മിക്കുന്നത്, ആ 2 റോഡുകളും നിർമ്മിക്കുന്നത്. ഇവിടെ ധാരാളം പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, അങ്ങനെ ആധുനികമായൊരു നാടിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്കായിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഗതാഗത രംഗം വലിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ധാരാളം സഹോദരങ്ങൾ പ്രവാസ ജീവിതം നയിക്കുന്നവരായിട്ടുണ്ട്. അവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് നല്ല നിലക്ക് വിമാനത്താവളങ്ങൾ വികസിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളം ആ ഗണത്തിൽപ്പെട്ടതാണ്. നമ്മുടെ സംസ്ഥാനത്താണ് വിഴിഞ്ഞമെങ്കിലും സംസ്ഥാനത്തിൻ്റെ മാത്രമായൊരു പോർട്ടല്ലത്, രാജ്യത്തെ വലിയ പോർട്ട്, ലോകത്തെ അപൂർവം പോർട്ടുകളിലൊന്ന്. ആ പോർട്ട് പൂർത്തിയാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞു. അതിൻ്റെ അവസാന ഘട്ടം എല്ലാ ഘട്ടങ്ങളും കൂടി ചേർത്തുകൊണ്ട് അതിവേഗതയിൽ പൂർത്തീകരിക്കാനുള്ള നിലപാടിലേക്ക് നീങ്ങുന്നു. നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വരുന്ന മാറ്റം നാടിൻ്റെ വികസനത്തിന് വഴിവെക്കുന്നതാണ്. വിഴിഞ്ഞം പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള വൻ വികസനമാണ് കേരളത്തിൽ വരാൻ സാധ്യത. ഇതെല്ലാം LDF സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് നടന്നതാണ്. ഈ 10 വർഷത്തെ അനുഭവമെടുത്താൽ മറ്റൊരു കാര്യം കൂടി കാണാൻ നമുക്ക് കഴിയും. 2016-21 കാലം ഇവിടെ തൊട്ടു മുന്നിലത്തെ ഇരുണ്ട കാലത്തിൽ നിന്ന് നാട് വെളിച്ചത്തിലേക്ക് കടന്ന കാലമാണ്. ആ മാറ്റം നേരിട്ട് അനുഭവിച്ച ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു: നമ്മുടെ നാടിൻ്റെ ചരിത്രം ആവർത്തിക്കരുത്, അത് തിരുത്തേണ്ടതാണ്. ജനങ്ങളുടെ ബോധ്യത്തിൻ്റെ ഭാഗമായാണ് അത്തരമൊരു നിലപാട് വന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ ബോധ്യമനുസരിച്ച് നാടിൻ്റെ ചരിത്രം തിരുത്താൻ തയ്യാറായി. എന്തായിരുന്നു ചരിത്രം? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള ഭരണകക്ഷി പരാജയപ്പെടും, പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരും. ഇതായിരുന്നു ദീർഘകാലമായി കേരളത്തിൽ നടന്നു വന്നത്. ഇതിൻ്റെ ഫലമെന്താണ്? ഇത് നാടിന് വലിയ ദോഷം ചെയ്തു എന്നാണ് ജനങ്ങൾ കണ്ടത്. എങ്ങനെ? 2 മുന്നണികൾ, LDF-ഉം UDF-ഉം. LDF നാടിനോട് പ്രതിബദ്ധത,
ജനക്ഷേമത്തിൽ താല്പര്യം നാടിനെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്നു. LDF ഏതെല്ലാം ഘട്ടത്തിൽ അധികാരത്തിലുണ്ടായോ അപ്പോഴൊക്കെ നാടിൻ്റെ ഏറ്റവും നല്ല ഘട്ടം, നല്ല രീതിയിൽ നാട് വികസിച്ചു, വിവിധ മേഖലകളിൽ പുരോഗതിയുണ്ടായി, നാടിനു വേണ്ട പുതിയ പദ്ധതികൾ ഏറ്റെടുത്തു, ഒരുപാട് ജനക്ഷേമ കാര്യങ്ങൾ നിർവഹിച്ചു. വികസനവും ജനക്ഷേമവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇതൊക്കെ LDFിൻ്റെ പ്രത്യേകത. എന്നാൽ അങ്ങനെ വികാസം പ്രാപിച്ച നാട് ഓരോ ഘട്ടത്തിലും തൊട്ടു പിന്നാലെ അധികാരത്തിൽ വന്ന UDF സർക്കാർ വികസനത്തിൽ എത്തി നിൽക്കുന്നിടത്ത് നിന്ന് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ല. LDF എങ്ങനെയാണ് നാടിനെ വികസനത്തിലേക്ക് നയിച്ചത്? നാടിനോട് പ്രതിബദ്ധത, അതാണ് കാര്യം. അത് LDFിന് വേണ്ടതിലധികമുണ്ട്. പക്ഷേ UDF നാടിനോട് പ്രതിബദ്ധതയില്ല, നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. ആ നിക്ഷിപ്ത താല്പര്യം വെച്ചാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിലൊരു അഴിമതിയും കെടുകാര്യസ്ഥയും വന്നു. നാടിൻ്റെ ഓരോ മേഖലയും മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ടായി. പലതും തകർന്നു, ചിലത് വല്ലാതെ പുറകോട്ട് പോയി, ചിലത് പൂർണ്ണമായി മരവിച്ചു കിടന്നു. മൊത്തത്തിൽ നാടിൻ്റെ പുരോഗതി തടസ്സപ്പെട്ടു, വല്ലാതെ പുറകോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. ഇതിൻ്റെ മൂർധന്യ ദശയാണ് 2011-16 കാലത്തുണ്ടായത്. ഇതനുഭവിച്ച ജനങ്ങൾ 2016 മുതൽ 2021 വരെയുള്ള മാറ്റം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ നാടിൻ്റെ വിവിധ മേഖലകളിൽ വന്ന മാറ്റം, ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പായത്, അതെല്ലാം കൂടി വിലയിരുത്തിക്കൊണ്ട് ഇനി പഴയ ചരിത്രം വേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് LDFിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്നത്. ആ തുടർഭരണം അനുവദിച്ചത്, നാടിൻ്റെ ചരിത്രം തിരുത്തിയത് ശരിയായോ എന്ന് പരിശോധിക്കേണ്ട ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല ജനങ്ങൾ ആ പരിശോധനയിലേക്ക് കടന്നിട്ടുള്ളത്. എല്ലാ ഘട്ടങ്ങളിലും ഇത് പരിശോധിക്കുകയായിരുന്നു. LDF ഗവൺമെന്റ് ഈ 5 വർഷക്കാലം കടന്നു വന്ന വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നടപടി നാടിനെയാകെ അഭിമാനപൂരിതമാക്കിയതാണ്. തങ്ങളെടുത്ത തീരുമാനം ശരിയായി എന്ന് എല്ലാവരും കണ്ട കാര്യങ്ങളാണ്. അതിലെ നമ്മുടെ കേരളത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ്
ഏറ്റവും ഒടുവിലത്തെ കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന പ്രഖ്യാപനം. ലോകം അത്ഭുതത്തോടെയാണിത് കേട്ടത്. കാരണം ലോകത്ത് അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. ഇന്ത്യ രാജ്യത്തുള്ള ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഇത്തരത്തിൽ അതിദാരിദ്ര്യമുക്തമായത് എന്താണ് ലോകത്തെ അമ്പരപ്പിച്ചത്? ഇന്ത്യ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. ഈ ദരിദ്രർ കുറയുകയല്ല, ഓരോ വർഷം കഴിയും തോറും കൂടുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ തീവ്രത കുറയുകയല്ല, ഓരോ വർഷം കഴിയും തോറും തീവ്രത കൂടുകയാണ്. ലോകത്തെ രാജ്യങ്ങളുടെ ഒരു പട്ടിക ദരിദ്രാവസ്ഥ അടയാളപ്പെടുത്തിയാൽ നമ്മുടെ രാജ്യം ഏറ്റവും പുറകിലാണ്. ആ പട്ടികയിൽ പിന്നെ വളരെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ നമ്മുടെ പുറകിൽ. ഇതെന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ രാജ്യത്തിന് വന്നത്? എന്തുകൊണ്ടാണ്? അതിന് കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നയമാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് BJP ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അംഗീകരിച്ച നയം ആഗോളവൽക്കരണ നയം. എന്താ അതിൻ്റെ ഫലം? കോർപ്പറേറ്റുകൾക്കാണ് സഹായം. കോർപ്പറേറ്റുകളെയാണ് സംരക്ഷിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും സഹായവും പിന്തുണയുമുണ്ട്. സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും കഠിന ഉപദ്രവം, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കൽ. ഇതാണ് ഈ നയത്തിൻ്റെ പ്രത്യേകത. BJP അത് തീവ്രമായി നടപ്പാക്കുകയാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ നയം BJPയുടെ സ്വന്തം നയമല്ല കേട്ടോ. ഈ നയം നേരത്തെ ഇവിടെ നടപ്പാക്കിയത്, അത് അംഗീകരിച്ചത് കോൺഗ്രസ് ആയിരുന്നു, നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു. ആ നയം ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമല്ല. കോർപ്പറേറ്റുകളെയാണ് സംരക്ഷിക്കൽ, പാവപ്പെട്ടവരെ പാപ്പരീകരിക്കലാണ്. അപ്പോൾ രണ്ടു കൂട്ടരും, കോൺഗ്രസും BJPയും ഒരേ നയമാണ്. ഇതെങ്ങനെ നാടിനെ പ്രതികൂലമായി ബാധിക്കുന്നു? 2011-16 കാലം കേരളത്തിൽ UDF ഗവൺമെന്റ്. ആ കാലത്ത് കേന്ദ്രത്തിൽ 2 ഗവൺമെന്റ് ഉണ്ടായി. ആദ്യത്തേത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രണ്ടാമത്തേത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ 3 ഗവൺമെന്റ് നടപ്പാക്കിയത് ആഗോളവൽക്കരണ നയം, ഒരേ നയം. അതായിരുന്നു 2011-16 കാലത്തെ ഇരുണ്ട കാലത്തിന്റെ കാരണം. നാടിനെ പൂർണ്ണമായി തകർക്കുകയായിരുന്നു. അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. LDF ഈ നയമല്ല അംഗീകരിക്കുന്നത്. കോൺഗ്രസിന്റെയും BJPയുടെയും നയത്തിലല്ല LDF. ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി
കോർപ്പറേറ്റുകളെയും സമ്പന്നരെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് മാത്രം എടുത്തു പോവുകയല്ല എൽ ഡി എഫ്. അങ്ങനെ ഒരു നിലപാട് എൽ ഡി എഫിനില്ല. എന്താ ചെയ്തത്? ജനങ്ങളോട് ചേർന്ന് നിന്നു, ജനപക്ഷത്ത് നിന്നു. നമ്മുടെ കേരളത്തിൽ 64,006 കുടുംബങ്ങൾ അതിദരിദ്ര കുടുംബങ്ങളാണ് എന്ന് വന്നപ്പോ അവരെ എന്തുകൊണ്ട് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടാ എന്ന് ആലോചിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു. ആ ആലോചന എൽ ഡി എഫിന് മാത്രമേ നടത്താൻ കഴിയൂ. കാരണം എൽ ഡി എഫ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള മുന്നണിയാണ്, പാവപ്പെട്ടവരോട് പ്രത്യേകിച്ച്. എൽ ഡി എഫിന്റെ ആ ആലോചനയാണ് ഗവൺമെന്റ് നടപടികളായിട്ട് മാറിയത്. 64,006 കുടുംബം അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് ഈ കഴിഞ്ഞ നവംബർ 1 നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, എൽ ഡി എഫ് അല്ലെങ്കിൽ ഇത് സാധിക്കുമോ? എൽ ഡി എഫിന് മാത്രമേ കഴിയൂ. നമ്മൾ ആലോചിച്ചാൽ മതി. രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? പോട്ടെ, നേരത്തെ ആലോചിച്ചില്ല. കേരളം പ്രഖ്യാപിച്ചല്ലോ അതിദാരിദ്ര്യമുക്തം. കേരളം ഇങ്ങനെയൊരു നേട്ടം നേടിയിരിക്കുന്നു. നമുക്ക് അതൊന്ന് ആലോചിച്ചുകൂടെ എന്നേതെങ്കിലും സംസ്ഥാനത്തിൽ തോന്നിയോ? തോന്നില്ല. അതാണ് നയത്തിന്റെ പ്രത്യേകത. അവിടെയാണ് എൽ ഡി എഫ് വേറിട്ട് നിൽക്കുന്നത്, എൽ ഡി എഫിന് മാത്രം കഴിയുന്നത്. ഇത് ജനങ്ങളാകെ കാണുകയാണ്. നമ്മുടെ നാടിന്റെ വികസനം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫിന് കഴിഞ്ഞതും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതുകൊണ്ടാണ്. നേരത്തെ തകർന്നുപോയ എല്ലാ രംഗങ്ങളും നല്ല രീതിയിൽ മാറിയിരിക്കുന്നു. കാലത്തിന്റെ മാറ്റത്തിനനുസൃതമായ വികസനം സാധ്യമാണ് എന്ന് കേരളം തെളിയിച്ചിരിക്കുന്നു. ഓരോ രംഗവും എടുത്തുള്ള വിശകലനത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്നാൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം വികസനം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായി. ഈ വികസന കാര്യങ്ങളിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണല്ലോ കേന്ദ്ര ഗവൺമെന്റും. ഏതൊരു നാടിന്റെ വികസനവും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് നടത്തേണ്ടത്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം എന്തായിരുന്നു? അതീവ നിർഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടേത്. ആ പങ്കാളിത്തം അങ്ങേയറ്റം നിഷേധാത്മകമായിരുന്നു. നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം നേരിട്ടവരാണല്ലോ. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഒട്ടും ഇടവേളയില്ല കോവിഡ് മഹാമാരി. അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. ഒരു നാട് തകരാൻ വേറെന്തെങ്കിലും വേണോ? നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ നാടിനെ തകർത്തെറിയുകയായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണം. നമ്മൾ സ്വാഭാവികമായി കേന്ദ്രത്തെയാണ് സമീപിക്കുക. കേന്ദ്ര ഗവൺമെന്റാണ് സഹായിക്കേണ്ടത്. എവിടെയെല്ലാം ദുരന്തമുണ്ടായിട്ടുണ്ടോ ആ സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ സഹായം ലഭിച്ചില്ല. നമുക്ക് സഹായം നിഷേധിച്ചു.
സഹായം നിഷേധിച്ചത് മാത്രമല്ല, കേരളത്തെ നെഞ്ചേറ്റിയ ചില രാജ്യങ്ങൾ ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു. ഞങ്ങൾ സ്വീകരിക്കില്ല. ഇന്ത്യ ഗവൺമെന്റ് മറുപടി. എന്തൊരു ക്രൂരമായ മനോഭാവമാണെന്ന് നോക്കണം. ഇത് 2018 പ്രളയത്തിൽ മാത്രമല്ല, പിന്നീടുണ്ടായ ഓരോ ദുരന്തത്തിലും ഇതേ മനോഭാവം ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എല്ലാവരും കണക്കാക്കി ഇത്തവണ കേന്ദ്ര ഗവൺമെന്റ് സഹായം കിട്ടും. കിട്ടിയോ? സഹായിച്ചില്ലല്ലോ. നമ്മുടെ നാട് രക്ഷപ്പെടുന്നത് ഇതാണ് മനോഭാവം. ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം, ഏതൊരു സംസ്ഥാനവും വികാസം പ്രാപിക്കുന്നത് കയ്യിലുള്ള പണം കൊണ്ട് മാത്രമല്ല. കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന പണമുണ്ട്. അത് സംസ്ഥാനത്തിന് അർഹതയുള്ളതാണ്. നമ്മുടെ കാര്യത്തിലോ അതിലും വെട്ടിക്കുറവാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ 2.5% നമുക്ക് ലഭിക്കുന്ന നികുതി വിഹിതം 1.9. അതായത് ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതം നമുക്കില്ല. വലിയ കുറവ്. ഈ കുറവ് നികുതി വിഹിതത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും കുറവാണ്. നാടിന്റെ വികസനത്തിനാവശ്യമായ പണം കണ്ടെത്താൻ സംസ്ഥാനം കടമെടുക്കും. സംസ്ഥാനത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണത്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടു. കടത്തിന് പരിധി. നമ്മുടെ കാര്യം വന്നപ്പോൾ അതിൽ വല്ലാത്ത വെട്ടിക്കുറവ്. കടമെന്തിനാ? നമ്മൾ വായ്പയെടുക്കുന്നത് നാളത്തെ വികസനത്തിന് വേണ്ടിയാണ്. നാളത്തെ വികസന മൂലധന ചെലവാണ്. എത്ര? 90% എടുത്ത കടത്തിൽ ചെലവഴിച്ചത്. അതാണ് കേരളത്തിന്റെ അനുഭവം. അത് വികസനത്തിന് ഉപകരിക്കുന്ന മൂലധന ചെലവായതുകൊണ്ട് നാടിന്റെ ഭാവിക്ക് ഗുണകരമാണ്. ആ പണം നാടിനെ ശക്തിപ്പെടുത്തും. നിങ്ങളങ്ങനെ വികസിക്കണ്ട. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് സമീപനം. കേരളം തകരട്ടെ എന്ന സമീപനമല്ലേ? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സമീപനം വന്നത്? നമുക്കെന്തെങ്കിലും പോരായ്മയുണ്ടോ? ഒരു സംസ്ഥാനം എന്ന നിലക്ക് പോരായ്മയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് യോഗ്യതകൾ രാജ്യത്തിന് മുന്നിൽ കാണിക്കാൻ കേരളത്തിന് കഴിയുന്നു. പിന്നെന്താണ്? അവിടെയാണ് രാഷ്ട്രീയം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നത് RSSനെയും BJPയെയും രാജ്യത്തിന്റെ മറ്റു ചില ഭാഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം ഇവരെ സ്വീകരിക്കുന്നില്ല. കേരളത്തിന്റെ പ്രത്യേകതയുണ്ട്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സഹോദരന്മാരായി കഴിയുന്ന നാടാണ് കേരളം. ആ കേരളത്തിനും കേരളീയർക്കും RSSനെയും BJPയെയും സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തോട് വിരോധം. ആ വിരോധം പകയായി, വിദ്വേഷമായി മാറുന്നു.
കേരളം തകരട്ടെ എന്ന സമീപനത്തിലേക്ക് എത്തുന്നു. ഇത് BJPയുടെ കാര്യം. എന്താണ് കോൺഗ്രസും UDF സ്വീകരിച്ച നില? കോൺഗ്രസും UDF എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് 2016 വരെ വിവിധ ഘട്ടങ്ങളിൽ മാറി മാറി അധികാരത്തിലിരുന്നവരാണല്ലോ. ഈ നാടിനെ തകർക്കുന്ന സമീപനം വരുമ്പോ നാടിനോടൊപ്പം അവർ നിൽക്കണ്ടേ? നിന്നോ? നമ്മുടെ നാടിനെ തകർക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചപ്പോ അതിനെതിരെ അരയക്ഷരം ഉരിയാടാൻ തയ്യാറില്ല. പാർലമെന്റില് നിരനിരയായി UDF MP-മാര് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന കടുത്ത അവഗണന, അതിനെതിരെ ആർക്കും പ്രതികരിക്കാനില്ല. അവർ നാക്കെടുത്താൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും. ഒരക്ഷരം BJP ഗവൺമെന്റിനെതിരെ പറയില്ല. നമ്മുടെ നാടിനെ ഈ അനീതിക്കെതിരെ പ്രക്ഷോഭം നടത്തേണ്ടി വന്നു. ആ പ്രക്ഷോഭ സമയത്ത് അതിനു മുൻപായി UDF നേതാക്കളെ ഞങ്ങൾ വിളിച്ചു. ഇത് നാടിന്റെ പൊതുവായ പ്രശ്നമാണല്ലോ, നമുക്ക് ഒന്നിച്ചു നിന്ന് പ്രക്ഷോഭം നടത്തിക്കൂടെ? യോജിച്ച പ്രക്ഷോഭമായിക്കൂടെ? ഇല്ല, ഞങ്ങളില്ല. എന്താണ്? LDF-ന്റെ പ്രശ്നമല്ലല്ലോ, കേരളത്തിന്റെ പൊതു പ്രശ്നമല്ലേ? എന്തുകൊണ്ടാണ് കോൺഗ്രസിനും UDF-നും BJP-യുടെ മനസ്സിൽ നേരിയ തോതിലുള്ള വിഷമം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധമുണ്ടാക്കാൻ കാരണം? ഇതാണ് നമ്മുടെ അനുഭവം, നാടിന്റെ ദുരനുഭവം. പക്ഷേ നാം ഓർക്കേണ്ടത്, ഇവരാഗ്രഹിച്ചതുപോലെ നാം തകർന്നു പോയില്ല. നമുക്ക് തകരാനൊക്കുമായിരുന്നില്ല. നാടിന് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ആ അതിജീവനം ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെ ഇവർക്ക് ഈ തരത്തിൽ അതിജീവനം നടത്താനായി? എന്താണ് അവർ ചിന്തിച്ചത്? നമുക്കതിൽ ആശ്ചര്യമില്ല. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതായിരുന്നു നമ്മുടെ കരുത്ത്. നാം നേടിയ അതിജീവനം ഈ ഒരുമയുടെയും ഐക്യത്തിന്റെയും ഭാഗമായാണ്. ആ ഒരുമയും ഐക്യവും ഒന്നും നമ്മുടെ മുന്നിൽ അസാധ്യമല്ല എന്ന് തെളിയിച്ചു. ഇവിടെ ജനപക്ഷത്താണ് ഞങ്ങൾ എപ്പോഴും അണിനിരന്നിട്ടുള്ളത്. ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത്. ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിച്ചത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു. ഒരു നാട്, ആ നാട്ടിലുള്ള ജനങ്ങൾ എല്ലാവരും സാഹോദര്യ ബന്ധത്തിൽ കഴിയുക, ഇതിനാണ് പ്രാമുഖ്യം കൊടുത്തത്. അതിൻ്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ 10 വർഷം ഒരു വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്ത നാട് എന്ന സ്ഥിതി കേരളത്തിലുണ്ടായത്. ഇതാണ് LDF-ന്റെ നയം, എല്ലാവരെയും ചേർത്ത് പിടിക്കുക. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി ഇതാണോ? രാജ്യത്തിന്റെ
അവസ്ഥ നമ്മുടെ നാടിൻ്റെ രീതിയിലാണോ? നമ്മുടെ രാജ്യം, ഈ മണ്ണിൽ ജീവിക്കുന്നവര് ഒരു വിഭാഗം വലിയ തോതിൽ ആശങ്കയിൽ കഴിയുന്നു. ഈ മണ്ണിൽ ജീവിക്കാനാകുമോ എന്നവർ ചിന്തിക്കുന്നു. ഈ മണ്ണിന്റെ അവകാശികളായി തുടരാൻ പറ്റുമോ? രാജ്യത്തുനിന്ന് പുറത്താകുമോ എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം വരുന്നു. എന്തുകൊണ്ടാണത്? നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSS നേരത്തെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്, രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ അവർ കണക്കാക്കിയവരിൽ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളാണ്. അതനുസരിച്ചാണ് അജണ്ട തയ്യാറാക്കുന്ന, അജണ്ടകളെല്ലാം അതനുസരിച്ചാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്ത് നാളെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഒരു വിഭാഗത്തിനുണ്ടായത്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി വന്നു. ആ പൗരത്വ നിയമ ഭേദഗതി രാജ്യമാകെ എതിർപ്പുയർത്തി. ഇടതുപക്ഷം ശക്തമായി അതിന്റെ മുന്നിൽ നിന്നു. രാജ്യവ്യാപകമായി ജനങ്ങളെ അണിനിരത്തി അതിനെതിരായിട്ട്. പിൻവലിക്കണമെന്ന് ശക്തമായി ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പൗരത്വ രജിസ്റ്റർ നേരത്തെ കൊണ്ടുവന്ന് കോൺഗ്രസ് ആയിരുന്നു നോക്കണം. രാജ്യത്ത് ഈ പ്രശ്നം ശക്തമായി ഉയർന്നു വന്നപ്പോ കോൺഗ്രസിന്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നോ? വേണ്ട രീതിയിൽ ഉയർത്താനായോ? എന്നാൽ ഇടതുപക്ഷം ശക്തമായി നിന്നു. ഇവിടെ LDF ശക്തമായി നിന്നു. ഇവിടെ LDF ഗവൺമെന്റും ശക്തമായി നിന്നു. നമ്മുടെ രാജ്യത്ത് ആദ്യമായി പൗരത്വ നിയമ ഭേദഗതി ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് കേരളമാണ്. കേരളത്തിലെ LDF ഗവൺമെന്റാണ്. അന്ന് ചിലർ ഞങ്ങളോട് ചോദിച്ചു, രാജ്യമാകെ ഒരു നിയമം വരുമ്പോൾ നിങ്ങൾക്ക് മാത്രം നടപ്പാക്കാതിരിക്കാൻ പറ്റൂ? ഞങ്ങൾ പറഞ്ഞു, നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്നാണ് അർത്ഥം. ഇപ്പോഴെന്തായി? ആ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ സന്തതി നീ ആരാ എന്നൊരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ കേരളത്തിന്റെ സന്തതി എന്നെടുത്ത് കാണിക്കാൻ നാറ്റിവിറ്റി കാർഡ് കയ്യിലുണ്ടാകും. ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ആർക്കും നിനക്ക് അവകാശപ്പെട്ട നാടല്ല, മണ്ണല്ല ഇത് എന്ന് പറയാനാവില്ല. ആ സ്ഥിതിവിശേഷമാണ് LDF ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് കുറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. എവിടെയെങ്കിലും നടന്നോ ഇത്? ഏതെങ്കിലും സംസ്ഥാനത്തിന് ആലോചിക്കാൻ കഴിഞ്ഞോ ഇത്? പോട്ടെ, ഇവിടെ നടന്നല്ലോ. ഈ കാര്യം നന്നായി എന്നെങ്കിലും പറയാൻ കോൺഗ്രസ് തയ്യാറായോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉണ്ടല്ലോ, ഇത്തരമൊരു നടപടി സ്വാഗതാർഹമായി എന്ന് പറയാൻ തയ്യാറായോ? എന്താണ് ഇവർക്കൊക്കെ BJPയുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു വിഷമം? ആ വിഷമം LDFനില്ല, LDF ഗവൺമെന്റിനില്ല. അതാണ് നാറ്റിവിറ്റി കാർഡിലൂടെ നാട്ടിലെ ജനങ്ങൾക്കാകെ ഞങ്ങൾ നൽകുന്ന ഗ്യാരണ്ടി. മറ്റൊരു ഭാഗം, ഇപ്പോ FCRA എത്ര ധൃതിപ്പെട്ടാണ്.
എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? തീർത്തും ദുരുദ്ദേശം. തങ്ങൾ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തെ കയ്യോടെ പിടികൂടുക, സ്ഥാപനങ്ങൾ കൈയടക്കുക. നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയുടെ രാഷ്ട്രമല്ലേ, അതിനുതകുന്ന സമീപനമല്ലേ എടുക്കേണ്ടത്? അതാണോ ഇവിടെ നടക്കുന്നത്? ഒരു സ്ഥാപനം കണക്ക് കൊടുക്കാൻ വൈകിപ്പോയാൽ ഉടനെ സ്ഥാപനം കൈയടക്കുകയാണ്. ഇതാണോ ശരി? നമ്മുടെ നാട്ടിൽ അശരണർക്ക്, നിരാലംബർക്ക് വലിയ തോതിൽ താങ്ങും തണലുമാകുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊന്നും നടത്തുന്നതിന് ഗവൺമെന്റ് കാശ് കൊടുക്കുന്നില്ല. അതിനാവശ്യമായ ഫണ്ട് അവർ കണ്ടെത്തുന്നത് അവരുടെ ആളുകൾ തന്നെ ജോലിയെടുത്ത് നൽകുന്ന സംഭാവനയിലൂടെയാണ്. നല്ല ചാരിറ്റി പ്രവർത്തനം നടക്കുമ്പോൾ ആ നല്ല കാര്യത്തിന് സംഭാവന ചെയ്യാൻ ആളുകൾ തയ്യാറാകും. അതിനെ മറ്റൊരു കണ്ണിൽ കാണുകയാണ്, അത് പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടിലെ, രാജ്യത്തെ ക്രൈസ്തവ സമൂഹ മേധാവികൾ ഒന്നടങ്കം അതിനെ ചോദ്യം ചെയ്തില്ലേ? തങ്ങൾ ആ നടപടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞോ? ഇപ്പോഴും ആ നടപടിയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുന്നത്. ശക്തമായ നിലപാടാണ് ഞങ്ങൾക്കതിലുള്ളത്. ഇത് പിൻവലിക്കണം. ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. ഇവിടെയും കാണേണ്ട കാര്യം, ഇതിന്റെ തുടക്കത്തില് ഒരു പങ്ക് കോൺഗ്രസിന് കാണാൻ കഴിയും. കോൺഗ്രസ് ആണ് ഈ പറയുന്ന ആദ്യ നിയമം കൊണ്ടുവരുന്നത്. അന്നവരൊരു കാര്യം ചെയ്തു, മറ്റെല്ലാരെയും അതിന്റെ പരിധിയിൽപ്പെടുത്തി, RSSനെ പരിധിയിൽപ്പെടുത്തിയില്ല. ആ ഉപകാരം കോൺഗ്രസ് ചെയ്തു കൊടുത്തു. ഇപ്പോ BJPയുടെ കാലം, കോൺഗ്രസ് പാസാക്കിയ നിയമം വെച്ചുകൊണ്ട് തീവ്രമായി ഈ വിഭാഗത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്നാണ് മുന്നോട്ട് പോയത്. എല്ലാ ഘട്ടത്തിലും ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിച്ചത്, ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആ വഴി തന്നെയാണ് സ്വീകരിച്ചത്. ഒരാശങ്കയും സംശയവും ഞങ്ങൾക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണ ഞങ്ങൾ കേരളത്തിൽ ജയിച്ചു വരും. അതിന്റെ ഭാഗമായാണ് പേരാവൂർ മണ്ഡലത്തിലെ സഖാവ് ശൈലജ ടീച്ചർ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പേരാവൂരിന്റെ പ്രതിനിധിയായി ശൈലജ ടീച്ചർ വരിക എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ശൈലജ ടീച്ചറെ വലിയ തോതിൽ വിജയിപ്പിക്കുക. നിങ്ങളെല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ ആർക്കും, ഏത് പ്രദേശത്തുള്ള കുടുംബങ്ങൾക്കും ശൈലജ ടീച്ചർ അന്യല്ല, ഒരു കുടുംബാംഗം പോലെ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.